കേരളത്തിന് നൽകിയ കേന്ദ്ര ഫണ്ടിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വാദങ്ങൾ തള്ളി സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാർ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ മറുപടി. GST നഷ്ടപരിഹാരം വരെ ഗ്രാന്റിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മല സീതാരാമൻ കണക്ക് അവതരിപ്പിച്ചത്. നികുതി വിഹിതം കേന്ദ്രത്തിന്റെ സൗജന്യമല്ലെന്നും കേരളം കേന്ദ്രത്തെ ഓർമ്മിപ്പിച്ചു. UP NDA സർക്കാരുകൾ കേരളത്തിന് നൽകിയ പണത്തിന്റെ കണക്കുകൾ താരതമ്യം ചെയ്തുള്ള കേന്ദ്ര ധനമന്ത്രിയുടെ വാദങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. നികുതി വിഹിതം തന്നില്ല എന്നല്ല സംസ്ഥാനത്തിന്റെ വാദം. 15ാം ധനകാര്യ കമ്മീഷൻ ഡിവിസിബിൾ പൂളിൽ നിന്നും നികുതി വിഹിതം നിശ്ചയിച്ചപ്പോൾ അനീതി സംഭവിച്ചുവെന്നാണ് ചൂണ്ടിക്കാണിച്ചതെന്ന് സംസ്ഥാനം വാദിക്കുന്നു. ഇതിനായി മറ്റ് സംസ്ഥാനങ്ങളുടെ വിഹിതം കേരളം കണക്കുകൾ സഹിതം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാജ്യത്തിന്റെ GDPയിൽ കാര്യമായ വർധനവുണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് നികുതി വരുമാനവും കൂടി. ഇതെല്ലാം മറച്ചുവെച്ചാണ് വർദ്ധിപ്പിച്ച തുകയുടെ കണക്ക് നിർമ്മല സീതാരാമൻ പറയുന്നതെന്നാണ് മറ്റൊരു വിമർശനം. 10 വർഷത്തിൽ വിവിധ കേന്ദ്ര ഗ്രാന്റുകളിലൂടെ ലഭിച്ചത് 1,53,490 കോടി രൂപയാണ്. ഇതിൽ 28,791 കോടി രൂപ GST നഷ്ടപരിഹാരമായി ലഭിച്ച തുകയാണ്. GST നഷ്ടപരിഹാരം തരുന്നതിന് കേന്ദ്ര സർക്കാരിന് 1 രൂപയുടെ ബാധ്യതയില്ല. GST നഷ്ടപരിഹാര സെസ് വഴിയാണ് തുക പിരിക്കുന്നതെന്നും സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്നു. മൂലധന നിക്ഷേപ പദ്ധതികൾക്കായുള്ള പ്രത്യേക വായ്പാ പദ്ധതിയായ കാപെക്സ് വഴി ലഭിച്ചതും തുച്ഛമായ തുകയാണ്. 2020-2021 കേരളത്തിന് മാത്രമല്ല അധിക കടമെടുപ്പ് അനുവാദം ലഭിച്ചത്. അതിനെ കേരളത്തിന് മാത്രം ലഭിച്ച സൗജന്യമായാണ് കേന്ദ്ര ധനമന്ത്രി ചിത്രീകരിക്കുന്നതെന്നും കേരളം കുറ്റപ്പെടുത്തുന്നു. മീഡിയ 1 തിരുവനന്തപുരം.